ഈ മനുഷ്യൻ നഗരത്തിലെ ഒരു ചുവന്ന ഫോൺ ബൂത്തിൽ കയറിയെങ്കിലും അപ്രതീക്ഷിതമായി വാതിലടഞ്ഞ് അവൻ അതിനുള്ളിൽ കുടുങ്ങിപ്പോയി. അതിലെ ഫോൺ പൂർണ്ണമായും കേടായിരുന്നു. പുറത്തിറങ്ങാൻ അവൻ പലതവണ ശ്രമിച്ചിട്ടും വാതിൽ ഒരിഞ്ചുപോലും അനങ്ങിയില്ല. അവൻ കോമാളിത്തരം കാണിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് അവിടെ വലിയൊരു ജനക്കൂട്ടം തടിച്ചുകൂടി. തടിയനായ ഒരാളും ഒരു റിപ്പയർമാനും ചേർന്ന് ബൂത്തിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. ഒടുവിൽ ഒരു ഫയർഫോഴ്സ് സംഘം അവിടെയെത്തി ബൂത്തിന്റെ ഗ്ലാസ് തകർക്കാൻ ശ്രമം തുടങ്ങി. എന്നാൽ അപ്പോഴാണ് ഫോൺ കമ്പനിയിലെ ജീവനക്കാരാണെന്ന് അവകാശപ്പെട്ട് പച്ചവസ്ത്രം ധരിച്ച ഒരു കൂട്ടം ആളുകൾ അവിടേക്ക് വന്നത്. അറ്റകുറ്റപ്പണികൾക്കായി ബൂത്ത് കമ്പനിയിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞ് അവർ ഫയർഫോഴ്സിനെ തടയുകയും മനുഷ്യനോടൊപ്പം ആ ബൂത്ത് ഒരു വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോവുകയും ചെയ്തു. വഴിമധ്യേ തന്നെ പോലെ മറ്റൊരു ബൂത്തിൽ കുടുങ്ങിയ ആളെ കണ്ടപ്പോഴാണ് ഇതൊരു വലിയ ഗൂഢാലോചനയാണെന്ന് അവന് മനസ്സിലായത്. വാഹനം ഒരു വലിയ രഹസ്യ തുരങ്കത്തിലെ താവളത്തിലാണ് എത്തിയത്. അവിടെ സമാനമായ പുതിയ ഫോൺ ബൂത്തുകൾ നിർമ്മിക്കുന്നുണ്ടായിരുന്നു. ഒരു ക്രെയിൻ ഉപയോഗിച്ച് അവനെ ഒരു കൺവെയർ ബെൽറ്റിലേക്ക് മാറ്റിയപ്പോൾ അവിടെ മറ്റു പലരും ഇതേപോലെ കുടുങ്ങിക്കിടന്ന് മരിക്കുന്നത് കണ്ട് അവൻ ശരിക്കും ഭയന്നു വിറച്ചു. ആർക്കും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സമയം നഗരമധ്യത്തിൽ അടുത്ത ഇരയെയും കാത്ത് പുതിയൊരു ചുവന്ന ഫോൺ ബൂത്ത് കൂടി വെച്ചിരുന്നു.